PPE കിറ്റ് അധിക പൈസക്ക് വാങ്ങി എന്നുള്ളതാണ് ഇവിടുത്തെ വലിയ പ്രശ്നമായിട്ട് ഇവർ ഉയർത്തുന്നത്. ഇവിടെ മനുഷ്യന് മരണത്തോട് മല്ലടിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ 1400 കോടി രൂപ ചെലവഴിച്ചും ഇവിടുത്തെ ഒരാളുടെ ജീവൻ പോലും വില നൽകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന ഇടതുപക്ഷ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് പ്രതിസന്ധിയെയും വളരെ മനോഹരമായി തരണം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സുസജ്ജമാണ് എന്ന കേരളക്കര കാണിച്ച മാതൃകയെയാണ് ഈ UDFും കോൺഗ്രസും അപഹസിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹം കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളതാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അത്തരത്തിൽ തൊഴിലാളികളെ അധിക്ഷേപിക്കുന്ന, ഇത്തരത്തിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വമായി തീർന്ന ശൈല ടീച്ചർ അപമാനിക്കുന്നത് കേരളത്തിലെ കേവലമാകുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ അപമാനിക്കുന്നതല്ല, മറിച്ച് കേരളത്തിലെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കുന്ന മനുഷ്യരെ, കേരളത്തിൻ്റെ പൊതുമനസാക്ഷിയെ അപമാനിക്കുന്നതാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഇവിടുത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾ ഇവിടുത്തെ UDFിനോട് മറുപടിയിലൂടെ കാണിക്കുമെന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. താങ്ക് യു.